ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയൊരു സെഗ്മെന്റ് കൂടെ തുടങ്ങിയാണ്, ട്രെയിലർ റിയാക്ഷൻ. അപ്പോൾ ഇന്ന് നമ്മുടെ ആസിഫ് അലി നായകനാകുന്ന രേഖാചിത്രത്തിന്റെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. രേഖാചിത്രം എന്നുള്ളത് അതിൻ്റെ ഒരു ടൈറ്റിൽ കൊണ്ട് തന്നെ നമുക്ക് പടം അനൗൺസ് ചെയ്തപ്പോട്ട് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചതായിരുന്നു. പിന്നെ ഇതിനെ പറ്റി കേട്ടു, നമ്മുടെ പഴയ ഒരു മമ്മൂട്ടിയുടെ മൂവി ഉണ്ട്, കാതോട് കാതോരം എന്ന് പറഞ്ഞിട്ട്, മറ്റേ ദേവദൂതർ പാടി. ആ സിനിമയുടെ സെറ്റിൽ നടക്കുന്നൊരു കൊലപാതകവും അതിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ആസിഫ് അലിയുടെ കരിയറിൽ നല്ലൊരു പീക്ക് ടൈമിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി സ്ക്രിപ്റ്റുകൾ, നല്ല അടിപൊളി പെർഫോമൻസ്. ഇതിനകത്ത് വീണ്ടും ഒരു പോലീസ് സ്റ്റോറി ആയിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ട്രെയിലർ കണ്ടുനോക്കാം അല്ലേ. കാട്, ഒരാൾ നടന്നു പോകുന്നു, കയ്യിൽ ചോര. ആസിഫ് അലി പോലീസ്. ജീവിതത്തിൽ എന്ത് കിട്ടിയാലും തൃപ്തിയില്ലാത്തൊരു മനുഷ്യൻ. അവിടെ മാത്രമല്ല, വേറെ പല സ്ഥലത്തും വിളിച്ചിട്ടുണ്ട്. കൊലപാതകം, തലയോട്ടി, മനോയ്ക്കേ പുള്ളി കശ്മീർ തലയെ കാണിച്ചാണല്ലോ. നിശാൻ സാഗർ ഉണ്ട്, ഇന്ദ്രൻ, അനശ്വരാജൻ. സിനിമ ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുണ്ടോ? സിനിമയിൽ മാത്രല്ല, ജീവിതത്തിലും അവൾ നല്ലൊരു നടിയായിരുന്നു. അവൾ വന്നുപോയ വഴികളിലെല്ലാം ശേഷിക്കുന്നത് ശവശരീരങ്ങളാണ്. ഒരുപക്ഷെ മരിച്ചു വീഴുന്നത് ഞാനായിരിക്കും. ക്യാമറയൊക്കെ അടിപൊളി കേട്ടോ. ഷമീർ മുഹമ്മദ് തന്നെയാണ് ഇട്ടത്. എന്തായാലും അയാൾ പറഞ്ഞതിൽ പകുതി സത്യമാണെന്ന് സ്കെൽട്ടർ കിട്ടിയപ്പോൾ മനസ്സിലായില്ലേ. ബാക്കി പകുതിയുടെ സത്യമാണോ നമുക്ക് നോക്കാം. ജനുവരി 9 ഇതിന്റെ റിലീസ്. ജോഫിൻ ടി ചാക്കോ, എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഫസ്റ്റ് പടം മറ്റേ മമ്മൂക്കയുടെ മറ്റേ എന്തായത് പ്രീസ്റ്റ് ആയിരുന്നു. ആ പടം അടിപൊളി പടമായിരുന്നു, നല്ല എടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ നല്ല പ്രോമിസിങ് ട്രെയിലർ കേട്ടോ, നല്ലൊരു ത്രില്ലറാണ് നമുക്ക് പ്രതീക്ഷിക്കാം. ആസിഫ് അലിയുടെ നിന്ന് ജെക്സ് ബിജോയുടെ മ്യൂസിക്കിന്റെ ഒരു അതും നമുക്ക് ട്രെയിലറിൽ തന്നെ കാണാം. അപ്പോൾ ജനുവരി 9 പടത്തിന്റെ ട്രെയിലർ പ്രോമിസിങ് ആണ്. എന്തായാലും ഫസ്റ്റ് ഷോ കാണാനുള്ളതെല്ലാം ഇതിനകത്തുണ്ട്. സസ്പെൻസ് ത്രില്ലറും കൂടിയാണല്ലോ. ഇത് പഴയ കാലഘട്ടവും പുതിയ കാലഘട്ടവും. ആസിഫ് അലി മറ്റേ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ മിക്സഡ് ആണോ എന്ന് അറിയത്തില്ല. എന്തായാലും കാണാം. അപ്പോൾ ട്രെയിലർ അടിപൊളിയായിട്ടുണ്ട്.